നിർധനർക്കും നിരാലംബർക്കും കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങൾക്കും വെള്ളി വെളിച്ചം പകരുന്ന നാടിനെ പ്രകാശപൂരിതമാക്കുന്ന ജനപ്രിയ ബജറ്റാണ് സർ ഇവിടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ചത്. ഈ ബജറ്റിനെ സർവാത്മന പിന്തുണയ്ക്കുകയാണ് സർ. പ്രതിപക്ഷ നിരയിലെ പലരും കേന്ദ്ര ബജറ്റിനെ കുറിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല സർ. പാർലമെന്റ് ആണെങ്കിൽ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേരളത്തിലെ ബജറ്റും. അത് പാലിക്കാൻ വരാം. കോൺഗ്രസ് അംഗങ്ങളെ കുറിച്ച് സർ, കോൺഗ്രസ് അംഗങ്ങളെ കുറിച്ച് പ്രതികരിക്കാത്തതിന് യാതൊരു അത്ഭുതവുമില്ല. കാരണം കോൺഗ്രസിലെ ചില MLA-മാരെ ഒരു പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയാൽ കോൺഗ്രസ്സുകാരനിലെ സംഖ്യയാണ് വാതുറക്കുക. അതുകൊണ്ട് അവരെ പ്രതികരിക്കാതെ അത്ഭുതമില്ല. പക്ഷേ ഈ മുസ്ലിം ലീഗിന് എന്ത് പറ്റി സർ? ഏട്ടൻ പാർട്ടി അനസ്തേഷ്യ കൊടുത്ത് കിടത്തിരിക്കുകയാണ് സർ. സ്ഥലകാല ബോധമില്ലാതെ, ഒന്നിനോടും പ്രതികരണശേഷിയില്ലാതെ എല്ലാം കണ്ടിങ്ങനെ കിടക്കുകയാണ് സർ. സർ, രണ്ട് ബജറ്റുകൾ, രണ്ട് സമീപനങ്ങളാണ് സർ. നയസമീപനത്തിന്റെ കണ്ണാടിയാണ് സർ ബജറ്റുകൾ. സമീപനം ഭിന്നമായതിനാൽ ബജറ്റുകൾ ഇവിടെ വ്യത്യസ്തമായിരിക്കുന്നു. സർ, കേരളത്തെ മറന്ന ബഡ്ജറ്റാണ് സർ കേന്ദ്ര ബഡ്ജറ്റ്. കോർപ്പറേറ്റ് അനുകൂല തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റ്. സ്ഥിരതയാർന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് പദ്ധതികളില്ല. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വിലക്കയറ്റം, വർദ്ധിച്ചു വരുന്ന അസമത്വം, കർഷക ആത്മഹത്യ പരിഹാരത്തിന് പദ്ധതികളില്ല, ക്രിയാത്മക നിർദ്ദേശങ്ങളില്ല. സമസ്ത ജനവിഭാഗങ്ങളെയും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് സർ അങ്ങ് ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചത്. കാർഷിക വ്യാവസായിക മേഖലയുടെ കുത്തുപാളയെടുപ്പിക്കുന്ന സമീപനമാണ് സർ ഇവിടെ കാണുന്നത്. അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിൽരഹിത യുവജന സമൂഹത്തോട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തോളൂ, സ്വയം തൊഴിൽ കണ്ടെത്തിക്കോളൂ എന്നുള്ളതാണ്. സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന യുക്തി പാവപ്പെട്ടവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നതാണ് സർ. അതിനും പദ്ധതികളില്ല. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും പണം വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല. സാർ, ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് സാർ നമ്മുടെ കേരളത്തിന്റെ ബഡ്ജറ്റ്. ഇവിടെ പല അംഗങ്ങളും സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ സൂര്യോദയ സമ്പദ്ഘടനയായി മാറിയിരിക്കുന്നുവെന്ന ബഡ്ജറ്റിലെ ആമുഖത്തിന് നിരീക്ഷണം അടിവരയിട്ട് സാധൂകരിക്കുന്നതാണ് സാർ പോയ 7.5 വർഷക്കാലത്തെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ. ഇത്രയേറെ മാനവീയ നേട്ടങ്ങൾ കൈവരിച്ച മറ്റൊരു സംസ്ഥാനമുണ്ടോ സാർ? ബജറ്റിൽ പറഞ്ഞതുപോലെ പശ്ചാത്തല വികസന സൗകര്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കേരളത്തിൽ വന്നത്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെയും ഡിമാൻഡിന്റെ ചലനാത്മകതയുടെയും ഉൽപാദന വളർച്ചയുടെയും മുൻനിരയിൽ നിൽക്കുന്ന വികസന തുറകളെയാണ് സൂര്യോദയ മേഖല എന്ന് പരാമർശിച്ചത്. പശ്ചാത്തല സൗകര്യ വികസനത്തിനും വൈജ്ഞാനിക സമൂഹത്തിനും ഊന്നൽ നൽകാൻ ഈ ബജറ്റിന് കഴിഞ്ഞു. ചൈനീസ് മാതൃകയിലുള്ള വികസന സോണുകളെ കുറിച്ച് പരാമർശിച്ചു. പ്രായമായവരെ സംരക്ഷിക്കുന്നതിന് കെയർ സെന്ററുകൾ, സർക്കാർ ആശുപത്രികളെ സഹായിക്കുന്നതിന് ആരോഗ്യ സുരക്ഷാ ഫണ്ട്, അംഗൻവാടി ജീവനക്കാർക്ക് ഇൻഷുറൻസ്, പ്രവാസി അക്കാഡമിക് വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സ്, കായിക സമ്പദ് വ്യവസ്ഥ സുരക്ഷിതമാക്കാൻ പശ്ചിമഘട്ടം, കുടുംബശ്രീ അംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കെയർലിഫ്റ്റ് എന്നിവയെല്ലാം ബഡ്ജറ്റിന്റെ പുതിയ പ്രഖ്യാപനങ്ങളാണ് സർ. റബ്ബറിന്റെയും നാളികേരത്തിന്റെയും താങ്ങുവില വർദ്ധിപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറായി സർ. റബ്ബറിന്റെയും നാളികേരത്തിന്റെയും താങ്ങുവില വർദ്ധിപ്പിച്ചു. സാർ, ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. റബ്ബറിനെ കുറിച്ചും ഇവിടെ ചില അംഗങ്ങൾ പരാമർശിക്കുകയുണ്ടായി. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ വർദ്ധിപ്പിച്ച് 170 നിന്ന് 180 രൂപയായി ഉയർത്തിയത് മഹാകാര്യമാണെന്ന അഭിപ്രായമല്ല സർ. പക്ഷേ ഈ സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ടും മലയോര കർഷകന്റെ കണ്ണീരൊപ്പാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തയ്യാറായി എന്നതാണ് സർ ഏറ്റവും പ്രസക്തമായ കാര്യം. BJP ഭരണത്തിൽ രാജ്യത്ത് റബ്ബർ കൃഷി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. 2009 മൻമോഹൻ സിംഗിന്റെ കാലത്താണ് ആസിയാൻ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോൺഗ്രസ് ആണ് സാർ അന്ന് രാജ്യത്തെ കർഷകരെ ഒറ്റിക്കൊടുത്തത്. അന്നേ ഇടതുപക്ഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു, ആസിയൻ കരാറിനെതിരെ ഞങ്ങൾ നടത്തിയ മനുഷ്യച്ചങ്ങലയെ പരിഹസിച്ചവരാണ് നിങ്ങൾ. ഇപ്പോൾ എന്തായി സാർ? ആസിയൻ കരാറിന്റെ ഫലമായി ഇന്ന് റബ്ബർ കർഷകർ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. കോൺഗ്രസിന്റെ കുത്തക അനുകൂല നയങ്ങൾ BJP അതിശക്തമായി ഇന്ത്യ രാജ്യത്ത് തുടരുകയാണ്. റബ്ബർ മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിൽ വലിയ ആശ്വാസമാണ് സാർ ഇത്തവണ കേരള ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. റബ്ബർ കർഷകർ ദുരിതങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ അതിനെ കൂടുതൽ ആഴത്തിലേക്ക് തള്ളിവിടുന്ന വെട്ടിപ്പാണ് ടയർ കമ്പനികൾ നടത്തുന്നതെന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI തന്നെ കണ്ടെത്തിയത് ഈ അടുത്ത ദിവസമാണ് സാർ. MRF, JK ടയേഴ്സ്, അപ്പോളോ, സിയറ്റ്, ബിർള തുടങ്ങിയ കുത്തക ടയർ കമ്പനികളും അവരുടെ കോർപ്പറേറ്റ് കൂട്ടായ്മയായിട്ടുള്ള ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ചേർന്ന് രാജ്യത്തെ മത്സര നിയമങ്ങൾക്ക് വിരുദ്ധമായി
ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന്റെ വില ഉയരാതിരിക്കാനുള്ള നടപടികൾ സംയുക്തമായി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? റബ്ബറിന്റെ വില വളരെയധികം കുറഞ്ഞിട്ടും ടയറിന്റെ വില കുത്തനെ ഉയർത്തി ഉപഭോക്താക്കളെ കൂടി വഞ്ചിച്ച കമ്പനികൾക്ക് 1788 കോടി രൂപയുടെ പിഴയാണ് സാർ കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യ ചുമത്തിയത്. കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധിയെ നാഷണൽ കമ്പനി നിയമ ട്രിബ്യൂണലിന്റെ ഇടപെടലിൽ അസ്ഥിരപ്പെടുത്താൻ ടയർ രംഗത്തെ കുത്തക കമ്പനികൾക്ക് കഴിഞ്ഞു. എന്നാൽ ഇതിനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സാർ, ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. പലർക്കും ഈ മൻമോഹൻ സിംഗിന്റെ സമ്മാനമായ ആസിയൻ കരാറിനെ ന്യായീകരിക്കുകയും സ്വാഗതം ചെയ്തവർ ഇവിടെ മുന്നണിക്കകത്തുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇപ്പോൾ പലരും പശ്ചാത്തപിക്കുന്നുണ്ട്. സാർ, ആസിയൻ കരാറും കോൺഗ്രസ് സർക്കാർ അന്ന് നടപ്പിലാക്കിയ നയങ്ങളും തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കാൻ കൂട്ടാക്കാത്ത ഒരു കൂട്ടർ നാട്ടിലുണ്ട്. UDF-ലെ ചില ഘടകകക്ഷികളും ഇതിൽ പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇക്കാര്യത്തിൽ UDF കക്ഷികൾ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. തെറ്റുതിരുത്താൻ എന്ത് ചെയ്യും? ജനങ്ങളോട് എന്താണ് നിങ്ങൾ പറയുക, അല്ലെങ്കിൽ വ്യക്തമാക്കാൻ തയ്യാറാകണമെന്നാണ് സാർ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. MRF കമ്പനിയുടെ നമുക്കറിയാം. MRF ആരുടെ കമ്പനിയാണ് സാർ? മലയാള മനോരമ എന്ന മാധ്യമ സാമ്രാജ്യത്തിന്റെ കമ്പനിയാണ് MRF. അതായത് ഈ നാട്ടിലെ കർഷക ജനസാമാന്യത്തെ ചൂഷണം ചെയ്താണ് ഇന്നും മനോരമയിൽ നിന്നും പത്രമിറങ്ങുന്നത്. റബ്ബർ കർഷകരുടെ ജീവൻ ഊറ്റിക്കുടിച്ചാണ് മനോരമ മുതലാളി തടിച്ചു കൊടുക്കുന്നത്. മനോരമയിൽ അച്ചടിക്കുന്ന ഓരോ അക്ഷരത്തിലും പാവപ്പെട്ട റബ്ബർ കർഷകരുടെ കണ്ണീരിന്റെ അംശമുണ്ട് സാർ. റബ്ബർ മേഖലയുടെ തകർച്ചക്ക് കോൺഗ്രസിനും BJP-ക്കുമൊപ്പം മലയാള മനോരമ കൂട്ടുപ്രതിയാണ്. മനോരമയുടെ കോൺഗ്രസ് BJP പ്രേമത്തിന്റെ കാരണവും ഇത് തന്നെയാണ് സാർ. പത്രമുത്തശ്ശിയുടെ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ കാരണം മറ്റൊന്നുമല്ല സാർ. കേരളത്തിലെ റബ്ബർ കൃഷിക്കാരെ വഞ്ചിച്ചുകൊണ്ട് കൊള്ള ലാഭം കൊയ്യുന്ന ടയർ കമ്പനികളെ കുറിച്ചും അവരുടെ പകൽക്കള്ളയെക്കുറിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്താണ് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് സാർ. റബ്ബർ കൃഷിയെ പ്രതിസന്ധിയിലാക്കിയ നയങ്ങൾ നടപ്പാക്കിയ കോൺഗ്രസും BJP-ക്കൊപ്പം ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് സാർ. 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള നമുക്കറിയാം. കേരളത്തിന് ആഭ്യന്തര വരുമാനത്തിന് 3% നിബന്ധനകളില്ലാതെയും 0.5% വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന് വിധേയമായും വായ്പ എടുക്കാവുന്നതാണ്. എന്നാൽ സ്വതന്ത്ര സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി കേരളത്തിന്റെ വായ്പാ പരിധി 21-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു സാർ. ഇതുമൂലം കേരളത്തിനാകെ വായ്പാ പരിധിയിൽ 6000 കോടി രൂപയുടെ കുറവ് 23-24 സാമ്പത്തിക വർഷത്തിലുണ്ടായി. ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും കൈകടത്തി കേരളത്തിന് ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സമീപനമുണ്ടായ സാർ. BJP സർക്കാർ വന്നതിനു ശേഷം 2011 ജനസംഖ്യാ നികുതി വിഭജനത്തിലുള്ള മാനദണ്ഡമായി നിശ്ചയിച്ചു. ഇതിന് 15% വെയിറ്റേജ് നൽകി സാർ. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ കേരളത്തിന് നികുതി വിഹിതം കുറയുന്നതിന് ഇത് കാരണമായി. 971 സെൻസസ് അടിസ്ഥാനമാക്കി ജനസംഖ്യാപരമായ നേട്ടങ്ങൾക്കുള്ള വെയിറ്റേജ് 30% സംസ്ഥാനം ആവശ്യപ്പെട്ടതാണ് സാർ. നടന്നില്ല. കേരളത്തിനെതിരെ ഉപരോധ സമാനമായിട്ട് സാമ്പത്തിക വിവേചനം, നിരന്തരം കുറയുന്ന നികുതി വിഹിതം, ഗ്രാന്റുകളിലെ വൻ കുറവ്, GST നഷ്ടപരിഹാരം നിർത്തലാക്കി, റവന്യൂ കമ്മി ഗ്രാന്റ് ഇല്ലാതെയാകുന്നു, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ വിഹിതം തടയുന്നു, ആരോഗ്യ ഗ്രാന്റും നെല്ല് സംഭരണ വിലയും പെൻഷൻ വിഹിതവും ഉച്ചഭക്ഷണ വിഹിതവും അടക്കം എല്ലാ കേന്ദ്ര വിഹിതങ്ങളും അകാരണമായി പിടിച്ചുവെക്കുന്നു. കടമെടുപ്പ് പരിധി നിയമവിരുദ്ധമായി വെട്ടിക്കുറച്ചു. കീശ കവരുന്ന കേന്ദ്രമാണ് സാർ നമ്മുടെ മുമ്പിലുള്ളത്. വിഭവ സമാഹരണ അധികാരങ്ങളുടെയും ചുമതലകളുടെയും വിഭജനത്തിൽ വലിയ അസന്തുലിതമാണ് സാർ നിലവിലുള്ളത്. കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിലെ അസന്തുലിതാവസ്ഥ 15ാം ധനകാര്യ കമ്മീഷൻ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആകെ വരുമാനത്തിന്റെ 62.7% കേന്ദ്ര സർക്കാരിനാണ്. അതേസമയം ചെലവുകളിൽ 62.4% സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത്. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ക്രമീകരണമാണ് ധനകാര്യ കമ്മീഷൻ. വിഭവ കൈമാറ്റം സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണ്, അല്ലാതെ എന്തെങ്കിലും ഔദാര്യമല്ല സാർ. എന്തുകൊണ്ടാണ് റവന്യൂ കമ്മി ഉണ്ടാകുന്നത് സാർ? കേരളം ഉയർന്ന റവന്യൂ കമ്മിയുള്ള സംസ്ഥാനമാണെന്നാണല്ലോ സ്ഥിരം പഴി. ഈ റവന്യൂ കമ്മികളുടെ അടിസ്ഥാന കാരണം PRS ലെജിസ്ലേറ്റീവ് റിസർച്ചിന്റെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് സാർ. ചില സംസ്ഥാനങ്ങൾ സ്ഥിരമായി റവന്യൂ കമ്മിയിലാകുന്നത് തനത് വരുമാനം കുറഞ്ഞതുകൊണ്ടല്ല,
ദേശീയ ശരാശരിയോളമോ ഉയർന്നതോ ആയ തനത് വിഭവ സമാഹരണം നടത്തുമ്പോഴും ഇവ റവന്യൂ കമ്മിയിലാകുന്നതിന് പ്രധാന കാരണം കുറഞ്ഞ കേന്ദ്രവിഹിതമാണ്. ഇങ്ങനെ വലിയ നഷ്ടം വരുന്ന സംസ്ഥാനമായിട്ട് കേരളത്തെയും ഈ റിപ്പോർട്ട് പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സർ. വളർച്ചയും ജനസംഖ്യാ നിയന്ത്രണവും എല്ലാം നമുക്ക് മുന്നിൽ പുതിയ പല വെല്ലുവിളികളും ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇത് പരിഗണിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അതുമൂലം കേരളം ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സർ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം. മാറാത്ത മാനദണ്ഡങ്ങളും മാറുന്ന കേരളവുമാണ് സർ നമ്മുടെ മുന്നിലുള്ളത്. നികുതി വിഹിതത്തിലെ ഈ നഷ്ടം പരിഹരിക്കുക എന്നത് കേന്ദ്രത്തിന്റെ ധനസന്തുലനത്തിൽ അതിപ്രധാനമാണ്. 971 നമ്മുടെ ജനസംഖ്യ രാജ്യത്തെ ജനസംഖ്യയുടെ 3.9% ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 2.8% വരൂ. നമ്മുടെ പ്രത്യുൽപാദന നിരക്ക് ഗണ്യമായി കുറഞ്ഞതാണ് ഈ മാറ്റത്തിന് ആധാരം. അത് നമ്മുടെ നേട്ടമാണ് സർ. എന്നാൽ വിഭവ വിന്യാസത്തിൽ അതിപ്പോൾ ദോഷമാകുന്ന നിലയിലാണ് സർ. പ്രത്യുൽപാദന നിരക്ക് മാത്രമല്ല, മരണനിരക്കും കുറവായിരുന്നു. ഇതോടെ ജനസംഖ്യയുടെ പ്രായഘടനയിൽ വലിയ മാറ്റം വന്നു. ശരാശരി ആയുർദൈർഘ്യം 75 വയസ്സായി. പ്രായമുള്ളവരുടെ എണ്ണം കൂടി, ചെറുപ്പക്കാരുടെ ചേരുവ കുറഞ്ഞു, രോഗങ്ങളുടെ സ്വഭാവം മാറി, നമ്മുടെ ആവശ്യങ്ങൾ മാറി. മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളുടെ വികസന ലക്ഷ്യങ്ങൾ അതേപോലെ കേരളത്തിന് സാധുവാകാത്ത സ്ഥിതി സംജാതമാകുകയാണ് സർ ഉണ്ടായത്. ആരോഗ്യ മേഖലയിലെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഈ വ്യത്യാസം ഒരു യാഥാർത്ഥ്യമായിട്ടാണ് സർ ഉള്ളത്. ഫെഡറലിസം, ഇന്ത്യ എന്ന ആശയം കെട്ടുറപ്പോടെ നിലനിൽക്കുന്നത് ബഹുസ്വരതയുടെ സർഗാത്മകതയിലും മതനിരപേക്ഷതയുടെ സാഹോദര്യത്തിലും ഭരണഘടന അനുശാസിക്കുന്ന നീതിയിലധിഷ്ഠിതമായ തുല്യതാബോധത്തിലുമാണ് സർ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഓരോ വ്യക്തിയും സാമൂഹ്യ നീതിക്കും സാമ്പത്തിക നീതിക്കും രാഷ്ട്രീയ നീതിക്കും അർഹനാണ്. ഇവയ്ക്കെല്ലാം അനിവാര്യമായ താങ്ങും തടനും പ്രദാനം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ഫെഡറൽ തത്വങ്ങളാണ്. അധികാര വിഭജനം അഥവാ ഫെഡറലിസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന 1935 ഇന്ത്യ ഗവൺമെന്റ് വ്യവസ്ഥകളെയാണ് സർ അനുവർത്തിച്ചിട്ടുള്ളത്. ഫേഡിസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഫെഡറലിസം എന്ന വാക്ക് പിറവിയെടുത്തത്. ഫേഡിസ് എന്ന് പറഞ്ഞാൽ വളരെ സൗഹൃദപരമായ ഒരു ഉടമ്പടി എന്നാണ് അർത്ഥം. അതായത് ഇന്ത്യയിൽ ഫെഡറലിസം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി ഭരണനിർവഹണം കൂടുതൽ കാര്യക്ഷമവും ജനകീയമാക്കുന്നതിനും വേണ്ടി ദേശീയ പ്രാദേശിക ഭരണകൂടങ്ങളുടെ യൂണിയൻ സർക്കാരും പരസ്പരം എത്തിച്ചേരേണ്ടി വരുന്ന ഭരണഘടനാനുസൃതമായ സൗഹൃദ ഉടമ്പടികളുടെ ആകത്തുകയാണ്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ കാര്യത്തിൽ അധികാര കേന്ദ്രീകരണ പ്രവണത കൂടുതലായി കാണുകയാണ് സർ. അത് 1935 ഇന്ത്യ ഗവൺമെന്റ് വ്യവസ്ഥകളെ തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പ്രവിശ്യകൾക്ക് കൂടുതൽ അധികാരം നൽകാനുള്ള വൈമനസ്യം അന്ന് അക്കാലത്ത് അവർക്കുണ്ടായിരുന്നു സർ. ഫെഡറൽ ഘടനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഭരണകൂടങ്ങളെ വെറും നോക്കുകുത്തികളാക്കി മാറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസ് തുടക്കം കുറിക്കുകയും മോഡി സർക്കാർ അതിനെ ഏറ്റവും പാരമ്യത്തിൽ എത്തിക്കുന്ന സ്ഥിതിയാണ് സർ ഉണ്ടായിട്ടുള്ളത്. സാർ ഒരു വശത്ത് സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരിക്കാനും മറുവശത്ത് നുണക്കഥകൾ മെനഞ്ഞ് LDF സർക്കാരിനെതിരെ പ്രചരണം നടത്താനും BJP നടത്തുന്ന നീക്കങ്ങൾ ചെറുക്കേണ്ടത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ കടമയാണ്. കേരളം തകർന്നാലും തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മതി എന്ന ആർത്തിയിൽ കഴിയുന്ന കോൺഗ്രസിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കേരള ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാകൂ. സാർ, വരാനിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. UDF-ന് ദയാവധത്തിന് രജിസ്റ്റർ ചെയ്യാവുന്ന സമയമാണ്. ആശ്രമറാമിൽ വൃദ്ധ ദമ്പതികൾ 6 മാനദണ്ഡങ്ങളിൽ മാറാരോഗം കൊണ്ട് വീർപ്പുമുട്ടുന്നവരുടെ മാനദണ്ഡത്തിൽപ്പെട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സാർ, ഇവിടെ ഇടത് വിരോധമെന്ന മാറാരോഗമുള്ള UDF-നും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ദയാവധത്തിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ ബജറ്റിലെ പിന്തുണ.